ഗാന്ധിജി അയച്ച കത്ത് മുതൽ പഴയ റാന്തല വിളക്കും വോട്ടുരുളിയും ഒക്കെ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. എപ്പോഴും ഈ പഴമയ്ക്ക് ഒരു 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 വിലയുണ്ട്. ഇതിനിടയിൽ ഞാനൊരു കാര്യം പറയാം. ഒരിക്കൽ ഈ മുകേഷ് കലാഭവൻ മണിയോട് പറഞ്ഞൊരു കാര്യമാണ്. ഒരു ചേറ്റിൽ ഇറങ്ങി നിൽക്കുന്ന സമയത്ത് അവരൊരു പടത്തിൻ്റെ ലൊക്കേഷനിലായിരുന്നു. ഒരു വയൽപ്പാടത്ത് ഇറങ്ങി നിൽക്കുകയായിരുന്നു. അപ്പോൾ മുകേഷ് കലാഭവൻ മണിയോട് പറഞ്ഞെന്നാണ് പറയുന്നത്, നീ ഒരല്പം ചേറൊക്കെ ശരീരത്ത് വാരി മുഖത്തൊക്കെ ഒന്ന് തുടച്ചിട്ട് നിൽക്കുക, മോഹൻലാൽ ഇതുവഴി എങ്ങനെ വരുമെന്ന്, പഴയ സാധനമാണെന്ന് വിലയ്ക്ക് വാങ്ങിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പഴയ സാധനത്തിന് വലിയ ഇഷ്ടമുള്ള ആളാണ് മോഹൻലാൽ. ഒരുപാട് ആൾക്കാർ അങ്ങനെയുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയാണ് നമ്മൾ കാണിച്ചു കൊടുക്കുന്നത്. തിരുവനന്തപുരത്തെ ശ്രീവരാഹം എന്നൊരു സ്ഥലമുണ്ട്. അവിടെ ഒരു വീടുണ്ട്. അവിടെ പോയാൽ നമുക്ക് ഇതൊക്കെ കാണാം. ഇതിൻ്റെ കാവൽക്കാരൻ ശ്രീവരാഹം സുരേഷാണ്. 52 വയസ്സ് പ്രായമുള്ള ഒരു മനുഷ്യനാണ്. എന്നാൽ കയ്യിലുള്ള കാര്യങ്ങളൊക്കെ 10-500 കൊല്ലം പഴക്കമുള്ള സാധനങ്ങളും. പ്രിയ സരസ്വതി, നീ വരാത്തതിൽ കസ്തൂർബയ്ക്കും എനിക്കും വലിയ സങ്കടം തോന്നി. എന്തു ചെയ്യാൻ പറ്റും? ഈശ്വരൻ പറയുന്നത് പോലെയല്ലേ ചെയ്യാൻ സാധിക്കൂ. എനിക്കുറപ്പുണ്ട്, നിന്നെ ഞാൻ എൻ്റെ അടുത്ത് എത്രയും വേഗത്തിൽ വിളിക്കും. ഉഷ്ണം നീ സഹിക്കുമോ? താല്പര്യത്തോടെ പഠിക്കുമോ? എനിക്ക് ഉടൻ തന്നെ മറുപടി എഴുതണം. ബാപ്പുവിൻ്റെ ആശീർവാദം. മഹാത്മാഗാന്ധി തൻ്റെ ചെറുമകൻ്റെ ഭാര്യയായ സരസ്വതി കെ ഗാന്ധിക്ക് എഴുതിയ കത്തിൻ്റെ മലയാള പരിഭാഷയാണിത്. യഥാർത്ഥ കത്ത് നിധി പോലെ കാക്കുന്നുണ്ട് ശ്രീവരാഹം സുരേഷ്. ഗാന്ധിജി എഴുതിയ ചെറുമകൾക്ക് എഴുതിയ കത്താണ്. ഈ കത്ത് യുദ്ധസമയത്ത് എഴുതിയ കത്താണ്. ഇത് സരസ്വതി കെ ഗാന്ധി അമ്മ എനിക്ക് നേരത്തെ പരിചയമുണ്ടായിരുന്നു. ഒരുപാട് പരിപാടികൾ പൊതുരംഗത്ത് നിന്നുകൊണ്ട് ഒരുപാട് പരിപാടികൾ വിളിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഇത്തരം സാധനം കളക്ഷൻ ഉള്ളതുകൊണ്ട് അമ്മ 2 കത്തിന് തന്നതാണ്. കത്ത് മാത്രമല്ല, മദ്രാസ് സർക്കാരിൻ്റെ 3 അണ മുദ്രപത്രം, തമിഴ് മലയാള ഭാഷയിലെ താളിയോല ശേഖരണം എല്ലാം ഫയലിൽ സൂക്ഷിച്ചിട്ടുണ്ട് ഈ 52കാരൻ. പിന്നെ ആദ്യകാല സ്റ്റിൽ ക്യാമറയുണ്ട്, അപൂർവങ്ങളായ ബൈനോക്കുലറുകളുണ്ട്, പലവിധം റാന്തൽ വിളക്കുകളുണ്ട്. റാന്തൽ പലതും പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നവ. ഇത് പണ്ട് തീവണ്ടി സിഗ്നൽ ലൈറ്റാണ്, വരുമ്പം നിർത്താനുള്ളതാണ് ഈ ലൈറ്റ്. ഇത് കപ്പലിൽ സിഗ്നൽ ലൈറ്റാണ്. കപ്പൽ അവിടെ നിന്ന് വരുമ്പോൾ കാണാൻ വരുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയുള്ള ഇതെല്ലാം മണ്ണെണ്ണ കൊണ്ടാണ് ഉപയോഗിക്കുന്നത്. ഇതും അത് തന്നെയാണ്, ട്രെയിനിൻ്റെയാണ്. ഇത് പഴയ സൈക്കിളിൽ വയ്ക്കുന്ന ലൈറ്റാണ്. ഇത് വിവിധ രാജ്യങ്ങളിൽ ഉണ്ടായിരുന്ന പഴയ റാന്തലുകളാണ്. ഗ്രാമഫോണിൻ്റെ ആദ്യ രൂപവും ആദ്യകാല റേഡിയോയും കാണാനും ഇവിടെ എത്തിയാൽ മതി. രാജാക്കന്മാരുടെ കാലത്തെ താക്കോൽ കൂട്ടങ്ങളും ഇവിടെയുണ്ട്. വിവിധതരം ക്ലോക്കുകൾ നിരനിരിപ്പുണ്ട്. പിത്തള ഉപയോഗിച്ചുള്ള കസേരയും രാജാരവിവർമ്മയുടെ പ്രിന്റിംഗ് ചിത്രവും അധികമാരും കണ്ടിട്ടുണ്ടാവില്ല. ഒരു കയ്യിൽ ഒതുങ്ങുന്ന ഖുർആൻ സുരക്ഷിതമായി പിത്തളപ്പെട്ടിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. കാൽപ്പെട്ടിയും അരപ്പെട്ടിയും ആഭരണപ്പെട്ടിയും നിറപറയും ആദ്യകാല ടൈപ്പ് റൈറ്റിംഗ് യന്ത്രവും അങ്ങനെ അപൂർവ ശേഖരങ്ങളുടെ കലവറ. പൊതുപ്രവർത്തനത്തിൻ്റെയും യാത്രയുടെയും ഇടയിലാണ് ഇവയെല്ലാം ശേഖരിച്ചത്. 10-25 കൊല്ലം കൊണ്ട് തുടങ്ങിയതാണ്. ഓരോ ആവശ്യങ്ങൾക്ക് പോകുമ്പോൾ കാണുന്നത് വാങ്ങി കൊണ്ട് വരുമായിരുന്നു. അങ്ങനെ അത് പിന്നെ പതിവ് രീതിയായി മാറി. വരുംകാല തലമുറകൾക്ക് വേണ്ടി കാണുന്നതിനും അതിനെക്കുറിച്ച് അറിയുന്നതിനും വേണ്ടി മാത്രം ഞാനിത് കളക്ഷൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. 90% ഞാൻ പണം കൊടുത്ത് വാങ്ങിയതാണ്. ചിലർ അറിഞ്ഞ് തരാറുണ്ട്. വാടക വീട്ടിലെ ഇട്ടാവട്ടത്തിലാണ് ഇതെല്ലാം സൂക്ഷിച്ചിരിക്കുന്നത്. സ്വന്തമായൊരു വീടുണ്ടായിരുന്നെങ്കിൽ എല്ലാം അടുക്കി വൃത്തിയാക്കി പ്രദർശിപ്പിക്കാമായിരുന്നെന്നും സുരേഷ് പറയുന്നു. ക്യാമറാമാൻ രഞ്ജിത്ത് ഫ്രാൻസിസിനും ജിതിനുമൊപ്പം സലിം മാലിക്, 24 തിരുവനന്തപുരം.